بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم القصاص في القتلى الحر بالحر والعبد بالعبد والأنثى بالأنثى فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم ولكم في القصاص حياة يا أولي الألباب لعلكم تتقون. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകൾ സാധ്യമാവുന്നത്ര ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖിയായി ജീവിക്കണമേ എന്ന് വസീയത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കുവോളം കാലം ഈമാനോടുകൂടി ജീവിക്കുകയും മരിക്കുന്ന സമയത്ത് യഥാർത്ഥ മുസ്ലിമായി മുഅ്മിനായി മരണപ്പെടാൻ അല്ലാഹു തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല പരിപൂർണ്ണ മഗ്ഫിറത്തും കാരുണ്യവും ജന്നാത്തുൽ ഫിർദൗസും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യ സഹോദരങ്ങളെ, വധം എന്ന് പറയുന്നത്, കൊലപാതകം എന്ന് പറയുന്നത് ഇസ്ലാം മൗലികമായി തന്നെ ഹറാമാക്കിയ, അടിസ്ഥാനപരമായി തന്നെ നിഷിദ്ധമാക്കിയിട്ടുള്ള ഒരു വലിയ പാതകമാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ വധവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള സമീപനം. എന്നാൽ വധം അനുവദിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങൾ ദീനുൽ ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയും. അഹിംസ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ നിലപാടല്ല. അഹിംസ എന്ന് പറയാൻ നല്ല സൗന്ദര്യമുള്ള, വേണമെങ്കിൽ മനോഹരമായ ഒരു ചില്ലുകൂട്ടിൽ സുന്ദരമായി എഴുതി വയ്ക്കാൻ കഴിയുന്ന ഒരു വർത്തമാനമാണ് അഹിംസ എന്ന് പറയുന്നത്. പക്ഷേ പ്രായോഗികമായ മനുഷ്യ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും അത് വേണ്ടി വരും എന്നതാണ് ഇസ്ലാം അതിനെക്കുറിച്ച് കൃത്യമായി സമൂഹത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. വേണമെങ്കിൽ കൊലപാതകം അത് ഹറാമാണ്, ഒരു നിലയ്ക്കും അത് പാടില്ല, അല്ലെങ്കിൽ കൊല ചെയ്യൽ പാടില്ല എന്ന് പറഞ്ഞു വയ്ക്കാമായിരുന്ന ഇസ്ലാമിന്, പക്ഷെ ദീനുൽ ഇസ്ലാം അങ്ങനെയല്ല അതിനെക്കുറിച്ച് പറഞ്ഞത്. കാരണം മനുഷ്യ ജീവിതത്തെ പ്രകൃതിപരമായും പ്രായോഗികമായിട്ടുമാണ് ഇസ്ലാം അഭിമുഖീകരിക്കുക. അങ്ങനെ പ്രായോഗികമായും പ്രകൃതിപരമായും ദീനുൽ ഇസ്ലാം മനുഷ്യ സമൂഹത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു സന്ദർഭത്തിലും ഒരു ഘട്ടത്തിലും ഒരു വേളയിലും കൊലപാതകം നിങ്ങളിൽ നിന്ന് സംഭവിക്കാനേ പാടില്ല എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ കഴിയില്ല എന്ന് ഇസ്ലാമിനറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാം. ദീനിൻ്റെ ഏത് വിഷയങ്ങൾ പരിശോധിച്ചാലും നമുക്കത് കാണാൻ കഴിയും. ഒരു തീവ്രമായ നിലപാട് ഒരു വിഷയങ്ങളിലും പുലർത്താതിരിക്കുക എന്നുള്ളത്, വളരെ മധ്യമായിട്ടുള്ള നിലപാട് ഏത് വിഷയങ്ങളിലും സ്വീകരിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു പൊതു തത്വമാണ്. ക്രൈസ്തവ മതം ആ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ബ്രഹ്മചര്യം അനുവദനീയമാക്കിയ ഒരു മതമാണ്. സ്ത്രീ പുരുഷ സംസർഗം അത് നിഷിദ്ധമാണ് എന്നതാണ് അവരുടെ ആ വിഷയത്തിലുള്ള പൊതുവായ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ക്രൈസ്തവ മതപുരോഹിതന്മാരും ആ പുരോഹിതന്മാരുടെ മതകീയമായ അജണ്ടയും കാഴ്ചപ്പാടും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ട
ദൈവത്തിൻ്റെ മണവാട്ടികൾ എന്ന് പറയുന്ന പ്രത്യേക വിഭാഗം, അവർ കല്യാണം കഴിക്കാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാതെ അവരങ്ങനെ ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെ ജീവിക്കുമ്പോൾ അത് മനുഷ്യൻ്റെ പ്രകൃതത്തിന് യോജിക്കാത്ത ഒന്നാണ് എന്ന് അവർ നിരന്തരമായി തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിത പരിസരങ്ങളിൽ നിന്ന് അടുത്തറിയുമ്പോൾ നമുക്കത് ബോധ്യമാവും. പ്രകൃതിപരമായി മനുഷ്യ സമൂഹം ആചരിച്ചു പോരുന്ന ഇണചേരുന്ന പ്രതിഭാസം അല്ലെങ്കിൽ കുടുംബവുമായി ജീവിക്കുന്ന സംവിധാനത്തെ നിരാകരിച്ചുകൊണ്ട് ലോകത്തൊരു മനുഷ്യർക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നത് ക്രൈസ്തവ പുരോഹിതന്മാരുടെ അല്ലെങ്കിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന അവരുടെ ജീവിത പരിസരത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ വധം എന്ന് പറയുന്നത് അല്ലാഹു തആല മൗലികമായി അത് നിഷിദ്ധമാക്കുമ്പോൾ, ഹറാമാക്കുമ്പോൾ, ആ ഹറാമിനെ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഉപാധികൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. മിൻ അജലി ദാലിക കതബ്നാ അലാ ബനി ഇസ്രായീല അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ വലഖദ് ജാഅതുഹും റുസുലുനാ ബിൽ ബയ്യിനാതി ثم إن كثيرا منهم بعد ذلك في الأرض لمسرفون. അല്ലാഹു സുബ്ഹാനഹു വ തആല വധവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നത്, ആരെങ്കിലും ഒരാളെ കൊന്നു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരു മനുഷ്യനെ വധിച്ചു കളഞ്ഞാൽ അവൻ ഈ മാനവരാശിയെ മുഴുവൻ വധിച്ചതിന് സമാനമാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ഉപാധികൾ അവിടെ വെക്കുന്നുണ്ട്. ഒന്നാമത്തെ ഉപാധി ബിഗൈരി നഫ്സിൻ, രണ്ടാമത്തെ ഉപാധി ഔ ഫസാദിൻ ഫിൽ അർള്. കൊലപാതകത്തെക്കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് മാനദണ്ഡങ്ങൾ അവിടെ ചേർത്ത് വെച്ചത് കാണാൻ കഴിയും. ഒന്ന്, ഒരു നഫ്സിനെ പകരമായി ഒരു മനുഷ്യന് ഒരാൾ കൊന്നുകളഞ്ഞാൽ ആ കൊന്ന കൊലയാളി വധത്തിനർഹനാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. രണ്ടാമത്തേത്, ഭൂമിയിൽ കുഴപ്പങ്ങളും ഉണ്ടാക്കുക, ഭൂമിയിൽ മനുഷ്യരുടെ ജീവിതത്തെ ദുർഘടമാക്കി മാറ്റുമാറ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗം. ആ വിഭാഗത്തോടും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഭൂമിയിൽ നശീകരണത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ അവർ വധാർഹരാണ്, അവരെ വധിച്ചു കളയാൻ അവർ അർഹരാണ് എന്നുള്ളതാണ്. ഈ രണ്ട് ഉപാധികളും മാനദണ്ഡങ്ങളും വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ ആ കൊന്നവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്. അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊലപാതകത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ മുന്നോട്ട് വെക്കുന്ന രണ്ട് വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ കുറിച്ച് പറയുന്നിടത്ത്, അവരുടെ സ്വഭാവ മഹിമകൾ പ്രതിപാദിക്കുന്നിടത്ത് അല്ലാഹു തആല പറയുന്ന ഒരു വാചകമുണ്ട്, വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു വധം നിഷിദ്ധമാക്കിയ ഒരു നഫ്സിനെയും വധിക്കാത്തവരാകുന്നു പരമകാരുണ്യവാന്റെ ആളുകൾ, ഇബാദുർ റഹ്മാന്റെ ആളുകൾ. അല്ലാഹു തആല ആ വാക്യത്തിൽ ചേർത്ത് പറഞ്ഞ ഒരു വാചകം, ഇല്ലാ ബിൽ ഹഖി, അർഹതപ്പെട്ടതൊഴികെ, അഥവാ വധത്തിന് അർഹനായ, വധത്തിന് അർഹതയുള്ള ചില ആളുകളുണ്ട്, കൊന്നുകളയൽ അർഹമായിട്ടുള്ള ചില മനുഷ്യരുണ്ട്, അത് ഒഴികെ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വധത്തെക്കുറിച്ച് പറയുന്നത്. സൂറത്ത് ഇസ്രായേലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്തിൽ പരാമർശിച്ചത്, വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖി, നിങ്ങൾ വധിക്കാൻ പാടില്ല, അല്ലാഹു വധം നിഷിദ്ധമാക്കിയിരിക്കുന്നു, ആ മനുഷ്യനെ കൊല്ലൽ ഹറാമാക്കിയിരിക്കുന്നു. എന്നാൽ അവിടെയും വധാർഹനായ, വധിക്കപ്പെടാൻ അർഹതപ്പെട്ടവനൊഴികെ എന്ന ഒരു ഇസ്തിസ്നാഇന്റെ പദം, ഒഴിവാക്കലിന്റെ പദം, ഒരു ഉപാധി വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഈ ഉപാധികൾ പറയുമ്പോൾ തീർച്ചയായും വധിക്കാൻ അർഹതപ്പെട്ട ആളുകൾ ഈ ഭൂമി ലോകത്തുണ്ട് എന്നത് തന്നെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
ഞാൻ പറഞ്ഞത് ഇസ്ലാം അഹിംസ എന്ന് പറയുന്ന ഒരു ആശയത്തെ ദൈവീകമായ കാഴ്ചപ്പാടായി, ഒരു മതത്തിൻ്റെ കാഴ്ചപ്പാടായി പരിചയപ്പെടുത്തുന്ന ഒരു മതമല്ല ഇസ്ലാം. നമുക്കറിയാം, അഹിംസ ലോകത്ത് മതത്തിൻ്റെ തന്നെ അജണ്ടയാക്കിയ ചില മതവിഭാഗങ്ങളുണ്ട്. അഹിംസ മതത്തിൻ്റെ അടിത്തറയാക്കിയ മതവിഭാഗങ്ങളിൽ ഒന്നാണ് ബുദ്ധമതം എന്ന് പറയുന്നത്. ഒരുപക്ഷെ അവരുടെ മതത്തിൻ്റെ ഏറ്റവും ദാർശനികമായ അടിത്തറ ഏത് എന്ന് പരിശോധിച്ചാൽ അത് അഹിംസയാണ്, ഹിംസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ജീവിതത്തിൽ അവർക്കത് പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്നത് വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ അത് കൃത്യമായി ബോധ്യപ്പെട്ട പല സന്ദർഭങ്ങളും വർത്തമാനകാല സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബർമയിലെയും റോഹിംഗ്യയിലെയും മുസ്ലിമീങ്ങളെ കൂട്ടക്കുരുതി കൊണ്ടെത്തിക്കുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അഹിംസ ജീവിതത്തിൻ്റെ ദാർശനിക അടിത്തറയാക്കിയ ബുദ്ധ മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. എന്ന് മാത്രമല്ല, വിരാട് എന്ന പേരിലുള്ള ബുദ്ധ സന്യാസിയുടെ പേരിലും നേതൃത്വത്തിലുമാണ്, ഒരു മതപുരോഹിതന്റെ നേതൃത്വത്തിലാണ് അവർ ആ കൊടും കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അശോക ചക്രവർത്തി ബുദ്ധമത വിശ്വാസിയായിരുന്നു. എത്രമാനം യുദ്ധങ്ങൾക്കാണ് അയാൾ നേതൃത്വം നൽകിയത് എന്ന് പരിശോധിച്ചാൽ അശോക ചക്രവർത്തിയെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അയാൾ ഒരു യുദ്ധങ്ങളുടെ ചരിത്രങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് അശോക ചക്രവർത്തിയെ ലോക സമൂഹം പരിചയിച്ചിട്ടുള്ളത്. അയാളും ഒരു ബുദ്ധമതത്തിൻ്റെ ആളായിരുന്നു. ഗാന്ധിജി അഹിംസാവാദിയായിരുന്നു എന്ന് നമുക്കറിയാം. ഗാന്ധിജി ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാവുന്നത്. യുദ്ധം നടക്കണം എന്ന പക്ഷത്തായിരുന്നു. വലിയ അഹിംസവാദി എന്നറിയപ്പെടുന്ന ഗാന്ധിജി പോലും യഥാർത്ഥത്തിൽ ആ സമയത്ത് അദ്ദേഹം അതിൻ്റെ പക്ഷത്തായിരുന്നു. ഞാൻ പറഞ്ഞത്, അഹിംസ എന്ന് പറയുന്ന വാചകം വളരെ സുന്ദരമാണ്. പക്ഷേ മനുഷ്യ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും ഒരേപോലെ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരാശയമല്ല എന്നതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായി വധവുമായി ബന്ധപ്പെട്ട്, കൊലപാതകവുമായി ബന്ധപ്പെട്ട ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ട് സന്ദർഭങ്ങളിലാണ് ദീൻ വധം അനുവദിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ ഇസ്ലാം അനുവദിക്കുന്നത് രണ്ട് സന്ദർഭങ്ങളിലാണ്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒരു മനുഷ്യൻ മറ്റൊരാളെ കൊല്ലുക, ഒരാൾ മറ്റേയാളെ നിർദാക്ഷിണ്യം കൊന്നുകളയുക, അങ്ങനെ ആ കൊലയാളിയെ കൊല്ലുക എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരു കൽപ്പനയാണ്. ഇസ്ലാമിക ശിക്ഷാവിധികൾക്കെതിരെ എത്ര ഉറഞ്ഞുതുള്ളിയാലും ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ നിലപാട് അത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ആയത്ത് വിശുദ്ധ ഖുർആനിൽ കാണാം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ. വിശ്വാസ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു തആല ഒരു കാര്യം പറയാൻ പോവുകയാണ്. കുത്തിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല. കുത്തിബ എന്ന പദം അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു വിഷയങ്ങൾ പറയുന്നിടത്തും അല്ലാഹു തആല അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നോമ്പിൻ്റെ, വ്രതകാലത്തിൻ്റെ നോമ്പനുഷ്ഠാനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നിടത്ത് അല്ലാഹു തആല പറഞ്ഞ അതേ വാചകം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കിതാ ഖിസാസ്, പ്രതിക്രിയ നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങളുടെ മേൽ നിയമമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം. അതേ വാചകം യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുൽ ഖിസാസ്, നിങ്ങൾക്ക് പ്രതിക്രിയയും നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങളുടെ മേൽ നിയമമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുന്നു. അഥവാ ഖിസാസിനെ കുറിച്ചും പ്രതിക്രിയയെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പ്രതിക്രിയയിലൂടെ അവൻ്റെ ജീവൻ എടുക്കണം എന്ന് പറയുന്ന ഇസ്ലാമിക ശരീഅത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമത്തിൻ്റെ നിർബന്ധതയെ കുറിക്കാൻ, നോമ്പിൻ്റെ നിർബന്ധതയെ കുറിക്കാൻ ഉപയോഗിച്ച അതേ കുത്തിബ എന്ന പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ അടിസ്ഥാനപരമായ ഒരു നിയമത്തിൻ്റെ പ്രഖ്യാപനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുൽ ഖിസാസ്. എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനെ ഒരു നിയമം നിശ്ചയിച്ചത്? ഇങ്ങനെ ഒരു നിയമം, പ്രതിക്രിയ അല്ലാഹു തആല അത് നിയമമാക്കിയത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന്റെ ജീവന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രമാത്രം വില കൽപ്പിക്കുന്നു എന്നതാണ് അതിൻ്റെ മറുപടി.
ഒരു മനുഷ്യന്റെ ജീവൻ പുല്ലുപോലെ നശിപ്പിക്കാൻ ഒരാൾക്കും അനുവദനീയമല്ല. ഒരു മനുഷ്യന്റെയും ജീവൻ വളരെ നിസ്സാരമായി അത് നശിപ്പിക്കാൻ ഒരു മനുഷ്യനും ദീൻ അനുവദിക്കുന്നില്ല. ആ വിലയുള്ള മനുഷ്യന്റെ ജീവനെ നിസ്സാരമായി നശിപ്പിച്ച് കളയാൻ വേണ്ടി ഒരാൾ തീരുമാനിച്ചു കളഞ്ഞാൽ ആ തീരുമാനിച്ച വ്യക്തി ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ അർഹതയില്ലാത്തവനാണ് എന്നതാണ് ഇസ്ലാം ഈ കാഴ്ചപ്പാടിലൂടെ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിമിഷപ്രിയമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ആ സവിശേഷമായ സന്ദർഭത്തിലുള്ള ഒരു പരാമർശമായി ഒരു കാരണവശാലും നിങ്ങളതിനെ കൂട്ടി വായിക്കരുത്. ഈ പ്രതിക്രിയ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നിയമമാക്കിയത് എന്നതിനെക്കുറിച്ച് അതേ ആയത്തിന്റെ തൊട്ടുപിറകിൽ അല്ലാഹു തആല പറയുന്ന ഒരു വാചകമുണ്ട്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബി ലഅല്ലക്കും തത്തഖൂൻ. ബുദ്ധിയുള്ള മനുഷ്യരെ, ചിന്തിക്കുന്ന ആളുകളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ ഖിസാസിൽ നിങ്ങൾക്കൊരു ജീവിതമുണ്ട് എന്നതാണ്. പ്രതിക്രിയ നടപ്പാക്കുന്നതിൽ മാനവ സമൂഹത്തിന് സുരക്ഷിതമായ ഒരു ജീവിതമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പ്രതിക്രിയയുമായി ബന്ധപ്പെട്ട നിയമം പറഞ്ഞതിന്റെ ഉടനെ അല്ലാഹു തആല പരാമർശിക്കുന്ന ആയത്താണ്. വലക്കും ഫിൽ ഖിസാസി ഹയാത്ത്, നിങ്ങൾക്ക് ഖിസാസിൽ ജീവിതമുണ്ട്. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, ലഅല്ലക്കും തത്തഖൂൻ, ഇത് നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി. പ്രതിക്രിയ ഇസ്ലാമിൽ നിശ്ചയിക്കുമ്പോൾ തന്നെ അത് ന്യായമായിരിക്കണം. ആ പ്രതിക്രിയയിൽ നിന്ന് രക്ഷപ്പെടാൻ കൊല ചെയ്ത കൊലയാളിക്ക് സാധ്യതകളും ഉണ്ടായിരിക്കണം എന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട്. പ്രതിക്രിയ നടപ്പാക്കൽ മാത്രമല്ല, അത് നടപ്പാക്കുന്ന സന്ദർഭത്തിൽ അതിൽ കൃത്യമായ ന്യായമുണ്ടായിരിക്കണം. ആ പ്രതിക്രിയയിൽ നിന്ന് രക്ഷപ്പെടാൻ കൊല ചെയ്ത കൊലയാളിക്ക് എന്തെങ്കിലുമൊക്കെ സാധ്യതകളുണ്ടെങ്കിൽ ആ സാധ്യതകളും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് ദീനുൽ ഇസ്ലാമിന് നിർബന്ധമുണ്ട്. ഒരു കാരണവശാലും അവൻ വധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാതെ വധിക്കണമെന്നല്ല ഇസ്ലാം പറയുന്നത്. മറിച്ച് അല്ലാഹു തആല ആയത്തിൽ പറയുന്ന വാചകം വളരെ സൂക്ഷ്മമായിട്ടുള്ള, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വചനമാണ് അല്ലാഹു പറയുന്നത്. കുത്തിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ ഉൻസാ ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫി വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ ആ കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കളും ആ കൊല്ലപ്പെട്ടവന്റെ ഗോത്രങ്ങളും സംഘടനക്കാരും അവന്റെ പാർട്ടിക്കാരുമൊക്കെ ആരാണോ കൊല ചെയ്തത് ആ കൊലയാളിയെ മാത്രമല്ല പിടികൂടുക, കൊലയാളിയുടെ സമൂഹത്തിന് എതിരെ ഒന്നടങ്കം പടയെടുക്കുന്ന ഒരു രീതിയും പ്രവണതയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പുള്ള ജാഹിലിയ്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. കൊലയാളിയുടെ കുടുംബത്തെയും ഗോത്രത്തെയും സംഘടനയും പാർട്ടിയെയും മുഴുവൻ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ അവരുടെ കലിയും അവരുടെ പകയും അടങ്ങാറുണ്ടായിരുന്നുള്ളൂ എന്ന് അവരുടെ ചരിത്രത്തിൽ കാണാം. കൊല്ലപ്പെട്ടയാള് ഉന്നതനും കൊലയാളി ഒരു അടിമയുമാണ് എങ്കിൽ ആ അടിമയെ കൊന്നാൽ അവർക്ക് തൃപ്തിയാകുമായിരുന്നില്ല എന്നതാണ്. കൊല ചെയ്യപ്പെട്ടവൻ വലിയ സമ്പന്നനും ഉന്നതനുമാണ് എങ്കിൽ അതവർക്ക് സഹിക്കാൻ കഴിയുന്നതുമല്ല. ആ സമൂഹത്തെ മുഴുവൻ കൊന്നൊടുക്കുന്നതുവരെ, അവരോടതിൻ്റെ പകയും വിദ്വേഷവും തീർക്കുന്നതുവരെ അവർക്ക് ഒരു സംതൃപ്തിയും ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം ആ സമൂഹത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അർഹതപ്പെട്ട ശിക്ഷ നൽകുക എന്നതിനേക്കാൾ അപ്പുറം ഒരതിര് കവിയുന്ന നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അല്ലാഹു തആല പറയുന്നു, ആരെയാണോ കൊല്ലുന്നത് ആ കൊലയാളിയുടെ പ്രതിക്രിയ നടപ്പിലാക്കുക എന്നതല്ലാതെ അതിനപ്പുറം ഒരു കാരണവശാലും നിങ്ങൾക്ക് മുമ്പോട്ട് പോവാൻ സാധ്യമല്ല, അത് നീതിയുക്തമല്ല എന്ന് അല്ലാഹു തആല പ്രതിക്രിയ നിയമമാക്കിക്കൊണ്ട് അല്ലാഹു തആല വ്യക്തമാക്കുകയാണ്. അൽ ഹുർറു ബിൽ ഹുർരി, ഒരു സ്വതന്ത്രൻ മറ്റൊരു സ്വതന്ത്രനെയാണ് കൊന്നതെങ്കിൽ ആ കൊലയാളിയെ പ്രതിക്രിയ നടപ്പിലാക്കുക. വൽ അബ്ദു ബിൽ അബ്ദി, ഒരടിമയാണ് മറ്റൊരടിമയെ കൊന്നതെങ്കിൽ അവിടെയും പ്രതിക്രിയ നടപ്പാക്കണം. വൽ ഉൻസാ ബിൽ ഉൻസാ, ഒരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീ ആരാണ് എന്നുള്ളതല്ല, ആ സ്ത്രീയും അവരിലും പ്രതിക്രിയ നടപ്പിലാക്കണം.
കൊലയാളി ആരാണോ ആ കൊലയാളിക്ക് ഖിസാസ് നടപ്പിലാക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും സുപ്രധാനമായ പാഠം. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയുന്നു, ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫ്. ആ കൊലയാളിയായ സഹോദരനോട്, ഖുർആനിന്റെ പ്രയോഗം, കൊലയാളിയെ കുറിച്ച് ഖുർആൻ ഉപയോഗിച്ച പ്രയോഗം അഖ് എന്നാണ്, സഹോദരൻ എന്നാണ്. കൊലയാളിയെ കുറിച്ച് കൊല്ലപ്പെട്ടവന്റെ ബന്ധുമിത്രാദികളോട് പറയുന്നത്, ഈ കൊലയാളിയായ മനുഷ്യൻ നിന്റെ സഹോദരനാണ്, കൊലയാളിയായ മനുഷ്യൻ നിന്റെ സഹോദരനാണ്. അതുകൊണ്ട് ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫ്. ആ കൊലയാളിയായ സഹോദരനോട് നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് കൊടുത്തുകൊണ്ട് ഫത്തിബാഉൻ ബിൽ മഅറൂഫി, നന്മയെ പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ ജീവിക്കണം. കൊല ചെയ്യപ്പെട്ട കൊലയാളിയുണ്ടല്ലോ, കൊല ചെയ്ത കൊലയാളിയുണ്ടല്ലോ, ആ കൊലയാളിയുടെ ബന്ധുമിത്രാദികൾക്ക് മാപ്പ് കൊടുക്കാൻ വല്ല ചാൻസുമുണ്ട് എങ്കിൽ ഫത്തിബാഉൻ ബിൽ മഅറൂഫി വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ, മാപ്പ് കൊടുത്തുകൊണ്ട് നിങ്ങൾ നന്മയെ പിൻപറ്റി ജീവിക്കണം. അത് നന്മയെ പിൻപറ്റലാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിസാസുമായി ബന്ധപ്പെട്ട ആയത്തിൽ അല്ലാഹു തആല ചില സാധ്യതകൾ കൂടി മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നിടുകയാണ്. ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും വറഹ്മ. ഇത് നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നും നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന കാരുണ്യവും ഇളവുമാണ്. ഫമൻ ഇഅ്തദാ ബഅദ ദാലിക ഫലഹു അദാബുൻ അലീം. ആരെങ്കിലും പരിധി ലംഘിച്ചാൽ അവന് വേദനാജനകമായ ശിക്ഷയുണ്ട്. മുഫസ്സിറുകൾ ഈ ആയത്തിലെ ഫമൻ ഇഅ്തദാ ബഅദ ദാലിക എന്ന വാചകത്തെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് പരിധി ലംഘിക്കുക എന്ന് പറഞ്ഞാൽ? അൽ ഇഅ്തിദാഉ, പരിധി ലംഘിക്കൽ രണ്ട് തരത്തിലാണ് എന്ന് മുഫസ്സിറുകൾ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഒന്ന്, കൊലയാളിക്ക് കൊല ചെയ്യപ്പെട്ടവന്റെ ബന്ധുക്കൾ മാപ്പ് കൊടുത്തു, മാപ്പ് കൊടുത്തതിന് ശേഷം വീണ്ടും അയാൾക്ക് നേരെ വല്ല പ്രതികാര ബുദ്ധിയോടുകൂടി നിങ്ങൾ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് അൽ ഇഅ്തിദാഉ, പരിധി ലംഘിക്കലാണ്, നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്ന് മുഫസ്സിറുകൾ അതിന് വിശദീകരണം നൽകുന്നുണ്ട്. രണ്ട്, അതേപോലെ തന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ പ്രായശ്ചിത്തം നിശ്ചയിച്ചുകൊണ്ടാണല്ലോ മാപ്പ് സാധാരണഗതിയിൽ കൊടുക്കുക. പ്രായശ്ചിത്തം നിശ്ചയിച്ചു, കൊലയാളിയായ സുഹൃത്ത് ആ പ്രായശ്ചിത്തം നൽകാതെ തന്നോട് കരുണ കാണിച്ച ആ മനുഷ്യനെ, കൊല്ല ചെയ്യപ്പെട്ടവന്റെ ബന്ധുക്കളോട് ആ അർത്ഥത്തിൽ നന്ദികേടും നീതികേടും കാണിച്ചു കഴിഞ്ഞാൽ അത് പരിധി ലംഘിക്കലാണ്. പരിധി ലംഘിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുരുക്കത്തിൽ ഇസ്ലാം നിശ്ചയിച്ച ഏറ്റവും സുപ്രധാനമായ ഗുണഫലങ്ങളുള്ള, മാനവ സമൂഹത്തിന് മാനുഷികമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ശിക്ഷാ നിയമം കൂടിയാണ് ഇസ്ലാമിലെ പ്രതിക്രിയ അല്ലെങ്കിൽ അൽ ഖിസാസ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖിസാസുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ രണ്ട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ കാണാവുന്നതിൽ ഒന്ന് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് എന്ന വചനമാണ്. ഖിസാസിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഒരാളെ കൊന്നു കളഞ്ഞാൽ എങ്ങനെയാണ് ജീവിതം ഉണ്ടാവുക? കൊന്നു കഴിഞ്ഞാൽ അവിടെ കൊലയല്ലേ സംഭവിക്കുക? കൊന്നു കഴിഞ്ഞാൽ എങ്ങനെ ജീവിതമുണ്ടാകും എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ഉപദ്രവകരമായിട്ടുള്ള വ്യക്തികളും ശക്തികളും ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുന്നതിലൂടെ, ആ ശിക്ഷ അവിടെ നടപ്പിലാക്കുന്നതിലൂടെ ശേഷിക്കുന്ന സമൂഹത്തിലെ അംഗങ്ങൾക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വത്തെക്കുറിച്ചാണ് അൽ ഹയാത്ത്, നിങ്ങൾക്ക് ബുദ്ധിയുള്ള മനുഷ്യരെ, നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നത്. സമൂഹത്തിൽ കെട്ടുറപ്പുണ്ടാകുന്നു, സമൂഹത്തിൽ സുരക്ഷിതത്വം ഉണ്ടാകുന്നു, കുറ്റകൃത്യങ്ങളുടെ ആവർത്തനങ്ങളെ തടയപ്പെടുന്നു എന്നതാണ് ബുദ്ധിയുള്ള മനുഷ്യരെ, നിങ്ങൾക്കതിൽ ഖിസാസിൽ ജീവിതമുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞത് എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഖിസാസ് മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹികവും മാനുഷികവുമായിട്ടുള്ള ഗുണഫലം എന്ത് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ കൊലയാളിയെ കൊല്ലണം, അല്ലെങ്കിൽ ഭരണകൂടം കൊലയാളിയെ കൊല്ലണം. രണ്ടാമത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ആ ഖിസാസ് നടത്തുമ്പോൾ തന്നെ ആ ഖിസാസ് നടത്തപ്പെടേണ്ട വ്യക്തിക്ക് എന്തെങ്കിലും മാപ്പിന്റെ ഒരു സാധ്യത അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മാപ്പിന് നിന്നു കൊടുക്കണം. വിശുദ്ധ ഖുർആനിന്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില പ്രയോഗങ്ങളും നിർദ്ദേശങ്ങളുമാണ്. നമ്മൾ
നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന വളരെ അപൂർവമായി വരുന്ന ചില സാഹചര്യങ്ങളിൽ, ശിക്ഷാ നടപടികളിൽ പോലും മനുഷ്യ സമൂഹം മുഴുവൻ അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നത്ര വിശാലമായ ഒരു കാഴ്ചപ്പാട് ഈ ഖിസാസിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അടിവരയിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഇസ്ലാമിക ശരീഅത്തിലെ ശിക്ഷാ സമ്പ്രദായങ്ങളിൽ ഏറ്റവും മനോഹരമായ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുമാണ്, മുസ്ലിമീങ്ങൾ മാത്രമല്ല. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നാം ഈ അടുത്ത് പത്രമാധ്യമങ്ങളിലൂടെ കണ്ട നിമിഷപ്രിയമായി ബന്ധപ്പെട്ട വിഷയത്തിലെ സംഭവ വികാസങ്ങൾ. ആര് ഇടപെടലുകൾ നടത്തി എന്നുള്ളത് പ്രസക്തമല്ല. അബ്ദുറഹീം എന്ന ചെറുപ്പക്കാരന് വേണ്ടി, ആ ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യ സമൂഹം മുഴുവൻ നടത്തിയ പ്രയത്നത്തെക്കുറിച്ച് നമ്മൾ ഈ അടുത്ത കാലത്ത് നാം അത് അനുഭവിക്കുകയുണ്ടായി. ഇസ്ലാമിക നീതി സംവിധാനത്തിലെ ചെറിയൊരു സംവിധാനം മാത്രമായ ഖിസാസിലൂടെ മനുഷ്യ സമൂഹം മുഴുവൻ അതിൻ്റെ ആനുകൂല്യവും ഗുണഫലവും പറ്റുന്നു എന്ന് പറയുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം എത്രമാത്രം മാനുഷികമായിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഖിസാസിലൂടെ ഇത്ര വലിയ ആനുകൂല്യം മാനവിക സമൂഹം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സംവിധാനങ്ങൾ ഒന്നടങ്കം മനുഷ്യ സമൂഹത്തിന് എത്രത്തോളം ഗുണപരമായിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയാണ് ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തെ മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞ് മീഡിയകളിലിരുന്ന് മുസ്ലിം ഉമ്മത്തിനെ ഒറ്റപ്പെടുത്താനും മുസ്ലിമീങ്ങൾ രാജ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, മതരാഷ്ട്രവാദം അവർ ഉയർത്തിക്കാട്ടുന്നു എന്ന് പറഞ്ഞ് വലിയ കോലിളക്കമുണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടായിരുന്നു. മധ്യകാല യൂറോപ്പിൽ ക്രൈസ്തവ പാതിരിമാർക്ക് ആധിപത്യം ഉണ്ടാവുകയും ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളെയും ഉണർവുകളെയും തല്ലിക്കെടുത്തുന്ന ഒരു ചരിത്ര പശ്ചാത്തലം മധ്യകാല യൂറോപ്പിൽ ക്രൈസ്തവതയ്ക്കുണ്ടായിരുന്നു, ക്രിസ്ത്യാനിറ്റിക്കുണ്ടായിരുന്നു. ഇത് മുൻനിർത്തിയാണ് മതരാഷ്ട്രവാദം, തിയോക്രസി എന്ന വാക്കുപോലും യഥാർത്ഥത്തിൽ രൂപപ്പെട്ടു വന്നത്. മുസ്ലിം സമൂഹം പിന്തിരിപ്പന്മാരാണ് എന്നും ഇത്തരത്തിലുള്ള ശിക്ഷാ സമ്പ്രദായങ്ങളിലൂടെ ഇസ്ലാമിൻ്റെ ചില അജണ്ടകളിലൂടെ അവർ മതരാഷ്ട്രത്തെ സ്ഥാപിക്കാൻ പോകുന്നു എന്ന ആശയങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ ആഴ്ചകളിൽ ചാനലുകളിലൊക്കെ നിരന്തരമായി ചർച്ച വന്നതാണ്. യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹത്തിലുണ്ടായ ആ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ തല്ലിക്കെടുത്തിയതിൻ്റെ ആ അനന്തരഫലത്തെ ചേർത്ത് വായിച്ചുകൊണ്ട് മുസ്ലിം സമൂഹവും ഇവിടെ ഒരു മതരാഷ്ട്രത്തെ കെട്ടിപ്പടുത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് അടിസ്ഥാനരഹിതമായി ആരോപണം ഉന്നയിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത് കേവലം ഒരു മതരാഷ്ട്രം എന്നതിനും അപ്പുറത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ അവിടുന്ന് സാക്ഷാത്കരിച്ചെടുത്ത, അവിടുന്ന് നേടിയെടുത്ത ഒരു രാഷ്ട്രീയ സാമൂഹികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. സർവമതസ്ഥരുമായി നയതന്ത്ര ബന്ധത്തിലൂടെ വളരെ കൃത്യമായ ആസൂത്രണ വൈഭവത്തോടെ ചേർത്തു നിർത്തലുകളിലൂടെ വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രകടിപ്പിക്കാതെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആർജിച്ചെടുത്ത ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനമുണ്ട്. അവിടെ നിന്നായിരുന്നു സക്കാത്ത് ഉണ്ടായത്. അവിടെ നിന്നാണ് വഖഫിന്റെ ആനുകൂല്യങ്ങൾ മാനവിക സമൂഹം അനുഭവിച്ചത്. വഖഫിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിന്റെ സംവിധാനങ്ങൾ മുഴുവൻ മാനുഷികമാണ്, അതിൻ്റെ ഗുണഫലങ്ങൾ മനുഷ്യർ മുഴുവൻ ആസ്വദിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ കൃത്യമായ ഇസ്ലാമിക സംവിധാനങ്ങളിലെ ഏറ്റവും മൂല്യവത്തായ ഒന്നാണ് വഖഫ് എന്ന് പറയുന്നത്. സാമ്പത്തികമായ ഉന്നമനത്തിന്, സമൂഹത്തിൻ്റെ കൃത്യമായ സന്തുലിതമായിട്ടുള്ള മുമ്പോട്ട് പോക്കിന്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംവിധാനമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്തും വഖഫും ശിക്ഷാ നിയമങ്ങളിലെ ഖിസാസും ഇതൊക്കെയും ചേർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ മാനുഷികമായ ഫലങ്ങൾ മുസ്ലിമീങ്ങൾ മാത്രമല്ല മനുഷ്യ സമൂഹം ഒന്നടങ്കം പങ്കുപറ്റുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്ലാം അതൊരു രാഷ്ട്രീയ സാമൂഹികമായ ഒരു കാഴ്ചപ്പാട് ആയി മുമ്പോട്ട് വന്നാൽ അത് യഥാർത്ഥത്തിൽ മറ്റുള്ള ശബ്ദങ്ങളെ തല്ലിക്കെടുത്തുകയല്ല, മറ്റുള്ളവയെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിക സമൂഹം കൃത്യമായ മൂല്യത്തിലധിഷ്ഠിതമായി ജനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്.
സമൂഹത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്, സമൂഹത്തിൽ സമൃദ്ധി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇതിൽ നിന്നും പഠിക്കാനുള്ള വലിയ പാഠങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളെ നാം ജീവിതത്തിൽ ആദ്യമായി സ്വായത്തമാക്കിയെടുക്കുകയും യഥാർത്ഥ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുകയും ഇസ്ലാമിക മൂല്യങ്ങളെ അതാതിൻ്റെ ശൈലിയിൽ മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമോടുകൂടി ജീവിക്കുവാനും അതേ ഇസ്ലാമിക അടിത്തറയിൽ നിന്നുകൊണ്ട് യഥാർത്ഥ മരണം പുൽകുവാൻ അല്ലാഹു തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.